എക്സിറ്റ് 8. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ടൈം ലൂപ്പ് മൂവിയല്ല. അങ്ങനെയാണ് ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഇതിനെ നോക്കിക്കാണുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് അതിലും അപ്പുറമാണ്. പല തരത്തിലുള്ള സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൊറർ, സൈക്കോളജിക്കൽ, അങ്ങനെ പലതും. എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്രധാന കഥാപാത്രത്തിന് പേരില്ല. സോ നമുക്ക് അദ്ദേഹത്തെ തൽക്കാലം ലോസ്റ്റ് മാൻ എന്ന് വിളിക്കാം. അദ്ദേഹം എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞ് ട്രെയിൻ കയറി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തി പിന്നീട് 8ാമത്തെ പ്ലാറ്റ്ഫോം വഴി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ എത്ര ദൂരം നടന്നിട്ടും അത് അവസാനിക്കുന്നില്ല. ഒരുപാട് ദൂരം നടന്നു. അപ്പോഴാണ് അദ്ദേഹം ആ സത്യം മനസ്സിലാക്കിയത്. താൻ വന്ന വഴിയിലൂടെയാണ് പിന്നെയും പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ താൻ ഓരോ തവണ നടക്കുമ്പോഴും തനിക്ക് ഓപ്പോസിറ്റായി ഒരേ ആൾ തന്നെ വീണ്ടും വീണ്ടും തന്നെ ക്രോസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗെയിമാണോ അതോ താൻ മരണപ്പെട്ടോ എന്താണെന്നറിയാതെ ലോസ്റ്റ് മാൻ ആശങ്കയിലായി. അപ്പോഴാണ് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ച കാര്യം ലോസ്റ്റ് മാൻ ശ്രദ്ധിച്ചത്. അതിങ്ങനെയാണ്: ഡോണ്ട് ഓവർലുക്ക് എനി അനോമലീസ്. ഇഫ് യു ഫൈൻഡ് അനോമലീസ്, ടേൺ ബാക്ക്. ഇഫ് യു ഡോണ്ട് ഫൈൻഡ് അനോമലീസ്, ഡു നോട്ട് ടേൺ ബാക്ക് ടു ഗോ ഔട്ട് ഫ്രം എക്സിറ്റ് 8. അതായത് പോകുന്ന വഴി അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ അതിനർത്ഥം പോകുന്ന വഴി തെറ്റാണ്, തിരിച്ചു നടക്കുക. ഇത് വായിച്ച ശേഷം നമ്മുടെ ലോസ്റ്റ് മാൻ പോകുന്ന വഴിയിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. ചുമരിലെ പോസ്റ്റർ, വാതിലുകൾ, ഓപ്പോസിറ്റ് വരുന്ന ആളുകളുടെ പെരുമാറ്റം, അങ്ങനെയെല്ലാം. നടന്ന് നടന്ന് എക്സിറ്റ് 8 പുറത്തെത്താനുള്ള ലോസ്റ്റ് മാൻ്റെ ശ്രമമാണ് ഈ സിനിമയുടെ പ്ലോട്ട്. പക്ഷേ എന്താണ് ഈ സിനിമയുടെ മെസ്സേജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണെന്ന്. പറഞ്ഞുതരാം. ഈ സിനിമയുടെ പകുതിയോടടുക്കുമ്പോൾ സ്കൂൾ ഗേൾ വരുന്നുണ്ട്. അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്: എവറി ഡേ യു റൈഡ് ദ പാക്ക്ഡ് ട്രെയിൻ, ഗോ ടു വർക്ക്, യു റിപ്പീറ്റ് ദ സെയിം തിങ് ഓൾ ഓവർ. ദാറ്റ് റിസംബിൾസ് ഹെൽ മോർ ദാൻ ദിസ്. അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, കുളിച്ച് ജോലിക്ക് പോകുന്നു, രാത്രി പണി കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്നുറങ്ങുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ എണീക്കുന്നു, കുളിച്ച് ജോലിക്ക് പോകുന്നു, രാത്രി പണി കഴിഞ്ഞെത്തി കിടന്നുറങ്ങുന്നു. ഇത് റിപ്പീറ്റായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുടുംബത്തോടൊപ്പം സമയം പങ്കിടാൻ സാധിക്കുന്നില്ല. ഈ സിനിമയിൽ അസാധാരണമായ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കുടുംബമാണ്. അതായത് കുടുംബത്തെ മറന്ന് എല്ലാ ദിവസവും ജോലിക്ക് പോയി എല്ലാ ദിവസവും ഒരേപോലെയായി മാറുന്ന ഒരു കോമൺ മാൻ്റെ അവസ്ഥയാണ് ഈ സിനിമയിലൂടെ സൂചിപ്പിക്കുന്നത്.